ഹായ് എവരി വൺ. ഞാൻ ഇന്നിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത്, ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ചെയ്യുമായിരുന്നു, ബാക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഒരുപാട് ബ്രോക്കേഴ്സ് നമ്മൾ കാണാറുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, യൂഷ്വൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന, യൂഷ്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് കാണാറുണ്ട്. പേഴ്സണലി ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4-5ഓളം ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു, കുറച്ചുകൂടെ ബിഗിനേഴ്സിന്, ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്തിരിക്കുന്ന തന്നെ ബിഗിനേഴ്സിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, പേഴ്സണലി ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഞാനവിടെ ഇനേബിൾ ചെയ്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൊണ്ട് അവിടെ യൂസ് ഇല്ല, ഇല്ലെങ്കിൽ നീഡില്ല എന്നുള്ളൊരവസ്ഥ ആരും. സോ പേഴ്സണലി ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിനുള്ളിൽ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ കിട്ടണം എന്നില്ല. സോ അവർക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റുന്ന, സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ബേസിക്കായിട്ട് കിട്ടുന്ന ഡേറ്റ പോയിട്ട് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റ കൂടെ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ ഒരുപാട് ബ്രോക്കറേജ് വരാനും പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു എൻ്റെ മനസ്സിനുള്ളിൽ. സോ ഞാൻ ഒരുപാട് ബ്രോക്കേഴ്സ് ഞാനവിടെ പരീക്ഷ നോക്കിയിട്ടുണ്ട്. അതിലെനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്ത ഒരു ലാസ്റ്റ് 1 മന്തിനിടയിൽ, ഇല്ലെങ്കിൽ ഒരു 2 മന്തിനിടയിൽ ഞാൻ രണ്ട് ബ്രോക്കറോളം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതിലെനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും ബെറ്റർ എന്ന് ഫീൽ ചെയ്ത ഒരു ബ്രോക്കറിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആദ്യം നിങ്ങൾക്ക് ഓഡിയോ കുറച്ചുകൂടെ സ്പീഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ഒരു 1.25x മാറ്റുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും കുറച്ചുകൂടെ നിങ്ങളുടെ ടൈം എഫിഷ്യൻ്റായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ ആ ബ്രോക്കറിലേക്ക് കിടക്കാം. അപ്പോൾ ആ ബ്രോക്കറിൻ്റെ പേരെന്ന് പറയുന്നത് ട്രേഡ് ജീനി എന്ന് പറഞ്ഞാണ് അതിൻ്റെ. ഇപ്പോൾ ഇവിടെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രേഡ് ജീനി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി എന്നെ കോണ്ടാക്റ്റ് ചെയ്ത ഒരു ബ്രോക്കറായിരുന്നു. അപ്പോൾ അവർ അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നു, അതുകൊണ്ട് യൂസ് ആകും എന്ന് അവർ വളരെ കൺവിൻസിങ് ആയിട്ട് സംസാരിച്ചു. സോ ഒരാൾ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതല്ല അവിടെ, അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത് നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ഞാൻ അവിടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ കൊണ്ടുപോയതിനിടയ്ക്ക് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. യൂസ് ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഞാൻ ഇതിനകത്ത് എൻ്റെ മെയിൻ അക്കൗണ്ടല്ല, ഇതെൻ്റെ തേർഡ് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഇൻവെസ്റ്റിംഗ് അക്കൗണ്ടല്ല. ടോട്ടലി ഒരു 5-6 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിങ്ങിന് ഒരു 2 അക്കൗണ്ട് ഉണ്ട്, ട്രേഡിങ്ങിന് ഒരു 2 അക്കൗണ്ട് ഉണ്ട്, ടെസ്റ്റ് ചെയ്യുന്ന ഒരു 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ സിറ്റുവേഷൻ, ഈ ഒരു ട്രേഡ് ജീനിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ഇട്ടിരുന്ന ക്യാപിറ്റൽ 15,000 ആണ്. 1 മന്താണ് ട്രേഡ് ചെയ്തിരുന്നത്. ഓഗസ്റ്റ് 1 ടു സെപ്റ്റംബർ 1 വരെയുള്ള ഡേറ്റയാണ് അവിടെ എടുത്തിരിക്കുക. എന്താണോ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ, ഇപ്പോൾ കൊഡാക് സെക്യൂരിറ്റീസിലും സിറോദയിലാണ് ഞാൻ മെയിനായിട്ട് ട്രേഡ് ചെയ്യുക. ആ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് ഈ 15,000 ചിലപ്പോൾ ഒരു ലോട്ടായിരിക്കും എടുക്കാൻ പറ്റുക, ചിലപ്പോൾ 2 ലോട്ടായിരിക്കും എടുക്കാൻ പറ്റുക. അതിനകത്ത് ഒരു 30 to 40 പോയിൻ്റ് ഒരു പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇന്ന് ഓൾറെഡി ഒരു ലൈവ് ട്രേഡ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 3 അക്കൗണ്ടിനകത്ത് ഞാൻ പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പൊസിഷൻ എടുത്തിട്ടുണ്ട് ഒരു ലോട്ടിൻ്റെ ഒരു പൊസിഷനായിരുന്നു. ഒരു 750+ പ്രോഫിറ്റ് കണ്ടപ്പോൾ അതിന് 800 വന്ന നമ്പറാണ്. ഐ തിങ്ക് 800 എന്ന് പറയുമ്പോൾ 40 പോയിൻറ്റ്സ് ഇതിനകത്ത് ക്യാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് കണ്ടു കാണും. 45 പോയിൻ്റാണ് ഞാനിവിടെ ക്യാച്ച് ചെയ്തത്. ഇതിനകത്തൊരു 40 പോയിൻ്റ് കാണുമ്പോൾ മാനുവലാണ് എക്സിറ്റ് ചെയ്യുന്നത്. ബൈ ചെയ്യുന്നത് മാനുവൽ പ്രൈസിലാണ്,
എക്സിറ്റ് ചെയ്യുന്നതും മാർക്കറ്റ് പ്രൈസിലാണ് എക്സിറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസാണ്. സോ അതിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് എത്താറായപ്പോഴേക്കും ഞാനത് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പല കമ്മ്യൂണിറ്റീസിലും അല്ലെങ്കിൽ പല ബ്രോക്കേഴ്സിലും ഉള്ളത് തന്നെയാണ്. സോ ഞാനിവിടെ എന്താണോ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നത് അത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 15K മാത്രമാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു വിഡ്രോവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ഒരു ഐ തിങ്ക് ഒരു 5K or 10K എന്തോ വിഡ്രോവൽ കൊടുത്തിട്ടുണ്ട്. 5K ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് ഓർമ്മയില്ല. ബാക്കി കിടക്കുന്ന എമൗണ്ടേ അവിടെ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഇതൊരു മെയിൻ അക്കൗണ്ട് അല്ല. ഓക്കെ, കൊഡാക് സെക്യൂരിറ്റീസിലാണ് സ്ഥിരമായിട്ട് എടുക്കുക. അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് ഇതിനകത്ത് 1 ലോട്ടോ 2 ലോട്ടോ മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. ഇന്നത്തെ പൊസിഷൻ്റെ അതവിടെ വിട്ടേക്കാം. ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അതിനെ നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം ഒരുപാട് ട്രേഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനകത്ത്. ഒരുപാട് ട്രേഡ്സ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ട്രേഡ്സ് എങ്ങനെ അത് ട്രിഗർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 300 രൂപയ്ക്ക് മേടിച്ചതായിരിക്കും, ചിലപ്പോൾ 305 രൂപയ്ക്ക് ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഓർഡർ ടൈപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ട്രേഡ്സ് ഞാൻ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒരു ദിവസം 2 ട്രേഡ് എടുക്കേണ്ടതുള്ളൂ എങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ 4-5 ട്രേഡ്സ് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് പ്രോഫിറ്റ് കിടക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് എൻ്റെ ഇത് കട്ടായി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതൊരു മെയിനായിട്ടുള്ള ഇൻകം സ്ട്രീമുള്ള ഒരു അക്കൗണ്ട് അല്ല എന്നുള്ളത് ആദ്യം പറയട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഉള്ളിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ടുള്ള ഇത് കാണുമ്പോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പല അക്കൗണ്ട്സും ഇതുപോലെ തന്നെ ഇരിക്കും, പല ബ്രോക്കേഴ്സും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ആ ബിഗിനറിന് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു അനാലിസിസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ചാർട്ട് ടെർമിനൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകും. ചാർട്ട് ടെർമിനൽ എന്ന് പറഞ്ഞ് നമ്മുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിൽ ഡയറക്റ്റായിട്ട് പോയാലും നമുക്ക് ഇതിനകത്ത് ബൈയും സെല്ലും ചെയ്യാം, ചാർട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇതിനകത്ത് ബാക്കിയുള്ള അതിനൊരു അലേർട്ട് കീപ്പ് ചെയ്യാം, അതിനൊരു GTT ട്രിഗർ ചെയ്യാം. അതായത് നമുക്ക് നാളത്തേക്ക് ആ ഒരു പൊസിഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ ഈ സ്റ്റോക്ക് നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന പ്രൈസ് വരുമ്പോൾ മേടിക്കുക, അതിന് ഇന്ന SL ഇന്ന ടാർജറ്റ് എന്നുള്ളത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. അതിൻ്റെ ബാക്കി ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓപ്ഷൻ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അടുത്തത് ഇത് കംപ്ലീറ്റ്ലി നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഇതിപ്പോൾ ഒരു വാച്ച് ലിസ്റ്റ്, നിഫ്റ്റിയുടെ വാച്ച് ലിസ്റ്റ്, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ട്രേഡ് ചെയ്യാനാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത്. ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിങ്ങിനല്ല. ഇൻവെസ്റ്റിങ്ങിന് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരുപാട് കാണും, അതിലേതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്തത് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് ഒരു അനാലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിനകത്തുണ്ട്. ഈ അനാലിറ്റിക്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. വോളിയം അത്യാവശ്യമുള്ളത്, ഇപ്പോൾ റിസൾട്ട് വരുന്ന ഒരു സ്റ്റോക്ക് ഏതൊക്കെയാണെന്നുള്ളത് അതിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരാറുണ്ട്. വോളിയം പെട്ടെന്ന് കൂടിയ സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത്, റൈസും ഫോളും, ഓപ്പൺ ഹൈ ലോ, ഇതൊക്കെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യുക. സർക്യൂട്ട് ബ്രേക്ക് ചെയ്തത്, FNO ബാൻ ഉള്ളത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് RRG ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഒരു ബിഗിനിങ് സ്റ്റേജിനകത്ത് ഇത് കുറച്ചുകൂടെ നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ബിഗിനിങ് സ്റ്റേജിൽ ഇത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ ഒരു സംഭവമാണ്. കഴിഞ്ഞ 3 മാസത്തേക്ക് ഈ സ്റ്റോക്സ്, ഇപ്പോൾ ഞാനിത് ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തിട്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിക്കുള്ളിൽ ഇപ്പോൾ 12-13 സ്റ്റോക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു 13 സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് ഒരു സ്റ്റോക്ക് വീക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് ഒന്ന് ബെറ്ററായിട്ട് വരുന്നു, ലാഗ് ചെയ്യുന്നു, കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു, അത് അത്യാവശ്യം ഹൈ മൊമെൻറ്റത്തിലേക്ക് കയറുന്നുള്ളൊരു പാറ്റേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇതിന് ഒരു 7 ദിവസത്തെ ഒരു ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ 7 ദിവസമാണ് ഇതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. ഈ 7 ദിവസമായിട്ട് എങ്ങനെ ഇത് പെർഫോം ചെയ്തു, അതായത് ഇതിൻ്റെ മൂവ് എന്ന് പറയുന്നത് 7 ദിവസത്തിനെ വെച്ചിട്ടാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ പെർഫോമൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കറക്റ്റായിട്ട് ഇത് 3 മാസത്തിന് പിന്നിലേക്ക് ഇത് പോവുകയും ഈ 3 മാസം തൊട്ടിട്ട്
ഇപ്പോൾ എന്താണ് 1-ാം തീയതി സെപ്റ്റംബർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെയ് തൊട്ടിട്ടായിരിക്കും ഇതിൻ്റെ ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതിവിടെ 3-ാമത്തെ മാസം തൊട്ടിട്ടാണ് ഇത് വന്നത്. ഇത് കാണുന്നുണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് IDFC ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഒരു പല സ്ഥലത്തും അതിനകത്ത് ബൈയിങ്ങും സെല്ലിങ്ങും വന്നു. അതിൽ മൊമെൻറ്റം കയറി മൊമെൻറ്റം ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ചാർട്ടിനുള്ളിലാണെങ്കിൽ ഇപ്പോൾ ICICI ബാങ്കും HDFC ബാങ്കും ഇച്ചിരി വീക്കിൽ നിൽക്കുവാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിനകത്ത് കുറച്ച് ഗുഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഫെഡറൽ ബാങ്ക് ഒന്ന് ബെറ്ററായിട്ട് വരുന്നുണ്ട്. കൊഡാക് ബാങ്ക് ഒന്ന് ബെറ്ററായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ബാങ്കുകളുടെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം അത്യാവശ്യം ബെറ്ററായിട്ട് വരുന്ന ഏത് സ്റ്റോക്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റോക്ക് വീക്ക് ആവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ കയ്യിലിരിപ്പുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായിട്ടുണ്ടോ? ഒരു ഇൻഡിക്കേറ്ററും 100% ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ അല്ല, എന്നാലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അനാലിസിസ് തരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ചെറുതായിട്ട് കടക്കുന്നു എന്നുള്ളത് നമുക്കൊരു ഫീലിംഗ് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി എക്സിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു പാറ്റേണിലായിരിക്കും കിടക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ലോങ് ടേമിലെത്തേക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിച്ച ഒരു കാര്യമാണ്. വളരെ നല്ലൊരു സിറ്റുവേഷൻ. ഒരു ബിഗിനറിന് അത്യാവശ്യം നിങ്ങൾക്ക് ചാർട്ട് നോക്കാൻ സമയമില്ലാത്തൊരു വ്യക്തി, ചാർട്ട് നോക്കാൻ അറിയാത്ത ഒരു വ്യക്തി, എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യണം, ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് കംപ്ലീറ്റ്ലി അറിയാത്ത ഒരു വ്യക്തി ഒരിക്കലും ഫണ്ട് കൊണ്ടൊന്നും മാർക്കറ്റിനകത്ത് ഇടരുത്. അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു വിധമെങ്കിലും ബേസിക് നോളജ് ഉള്ള ഒരു 1.5-2 വർഷം, ഒരു വർഷത്തിന് മേളിലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള സ്റ്റോക്ക് മേടിച്ച് വിറ്റ് ഒഴിവാക്കി ഒക്കെ പരിചയമുള്ളൊരു വ്യക്തിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ബിക്കോസ് ഒരു 15 മിനിറ്റിനകത്ത് വീഡിയോ തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു തിങ്കിങ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനുള്ളിൽ ഇപ്പോൾ ഇതിനകത്തൊരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബേസിക്കിലേക്ക് കയറിയാൽ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് കുറേ ഡേറ്റാസ് ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് എങ്ങനെ ഒരു പൊസിഷൻ, ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, ഹെഡ്ജ്ഡ് പൊസിഷൻ, ഒരു സ്ട്രാറ്റജി, ഒരു ഷോർട്ട് സ്ട്രാറ്റജിലൊരു ബാക്കിയുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ ഓപ്ഷൻ സെല്ലറല്ല, അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. വീണ്ടും തിരിച്ചു വരാം. സ്കാൽപ്പിംഗ് ടെർമിനലിൽ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ഓർഡർ എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓപ്ഷൻ ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു സ്ട്രൈക്ക് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും OI ചാർട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ചാർട്ടിനുള്ളിൽ നമുക്കിതിൻ്റെ ബേസിക് ഡേറ്റാസ് ഇങ്ങനെ കിട്ടുമെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 100 പോയിൻ്റ് മേളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെൻസെക്സ് 100 പോയിൻ്റ് മേളിൽ കയറുന്നുണ്ടെങ്കിൽ ആ 100 പോയിൻ്റ് കയറുമ്പോൾ നമുക്ക് എത്ര രൂപ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ SL കീപ്പ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇത് കണ്ടുപിടിക്കാൻ. ഒരു ബിഗിനറിന് ഇത് വളരെ പാടുള്ള ഒരു പരിപാടിയാണ്. ഇത് യൂസ് ചെയ്യാനൊക്കെ ഇവിടെ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് വോളിയം എന്താണ്, ബാക്കിയുള്ള സംഭവങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ സ്ഥിരം കാണുന്ന സംഭവമാണ്. എന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഗ്രീക്സിന് ഒരു ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് VG ഉണ്ട്, IV ഉണ്ട്, ഇത് ഡെൽറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ 44 എന്ന് പറയുമ്പോൾ 0.44 എന്ന് പറയുമ്പോൾ ഇത് 24,650 നിന്ന് 24,750 ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം, ഈ ഒരു പ്രീമിയം 24,650 ഒരു അവിടെ 44 രൂപ, 44 പോയിൻറ്റ് ആ ഒരു പ്രീമിയം മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൽ പെർഫെക്റ്റ് കാൽക്കുലേഷൻ അല്ല, അതിനകത്ത് ബാക്കിയും IV ഇൻഫ്ലുവൻസ് വരാം, ഗാമയുടെ, തീറ്റയുടെ, ഇല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരുപാട് വേറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് മാത്രമാണെന്ന് പറയരുത്, ബിക്കോസ് അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്ന സംഭവമാണ്. എന്നാലും ഇതിൻ്റെ കണക്കിതാണ്. നമുക്ക് ഒരു ജസ്റ്റ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ നമുക്ക് പെട്ടെന്ന് അറിയാം, തീറ്റ വാല്യൂ അറിയാൻ പറ്റും. ഇവിടെ തീറ്റ ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ട്. ഇത് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നമ്മൾ സാധാരണ നോക്കാൻ മടിയുള്ള, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാൻ സമയം കൂടുതൽ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളത് വിട്ടിട്ട് പോകുന്നൊരു സംഭവമാണ്. അതും നമുക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. പിന്നെ പൊസിഷൻസ്, ഓർഡേഴ്സ്,
ഒരു പൊസിഷൻ ഹോൾഡിങ്സ് നമുക്ക് ഹോൾഡിങ്ങിൽ എടുത്ത് വെക്കുക എന്നുള്ളത് ഈ കുറച്ച് ഒരുപാട് നല്ല സ്റ്റോക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്ന ഇപ്പോൾ ഈ നിഫ്റ്റി 50 ആണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ ടോപ്പ് ഗെയിനേഴ്സിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്, ടോപ്പ് ലൂസേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സംഭവം തന്നെയാണ് അല്ലേ. അത് വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്കവിടെ ഫീൽ ചെയ്തു. അടുത്തത് ഇനിയൊരു സംഭവം കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് ഉണ്ട്. ഞാൻ ഒരുപാട് ഡെപ്തിലേക്ക് പോയില്ല, എന്നാലും ഹീറ്റ് മാപ്പ് ഞാൻ എവിടെയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹീറ്റ് മാപ്പ് അതായത് സ്റ്റോക്സ് എത്രത്തോളം ഗുഡാണ്, ഈ ലാസ്റ്റ് ഇന്നത്തെ ദിവസത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വാച്ച് ലിസ്റ്റ് എടുക്കാനെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സാധാരണ എപ്പോഴും എടുക്കാറുള്ളതാണ്, ഒരു 10-20 സ്റ്റോക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഏതിലേക്ക് നമ്മൾ ആദ്യം പോകണം എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഇത്രയും സ്റ്റോക്സ് എലിമിനേറ്റ് ചെയ്യാം. എനിക്ക് നാളെ ഇൻട്രാഡേയിൽ ബൈ ലോങ് പൊസിഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ സ്റ്റോക്സിലേക്ക് പോകണം എന്ന് എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിലേക്ക് പോയാൽ മതി. കാരണം നല്ല ഇൻട്രാഡേ ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസാണ്. M&M നമ്മുടെ കയ്യിലുണ്ട്, ടാറ്റ മോട്ടോഴ്സ് കയ്യിലുണ്ട്, ഇൻഫി കയ്യിലിരിപ്പുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സെക്ടറിൽ ഇപ്പോൾ വരുന്ന പൊസിഷൻസാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ള സംഭവം തന്നെയാണ്. നൈസാണ്. ഓക്കെ, റിലയൻസ് വന്നില്ല, റിലയൻസ് വരട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ ഒരു ബിഗിനറിന് ഞാൻ എപ്പോഴും ചിന്തിക്കുക, എനിക്ക് യൂസ്ഫുൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് യൂസ്ഫുൾ ആവണം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യാനാണെങ്കിലും സിമ്പിളായിരിക്കുക, നമ്മുടെ സിസ്റ്റം സിമ്പിളായിരിക്കുക, നമ്മുടെ സ്ട്രാറ്റജി സിമ്പിളായിരിക്കുക. സോ ദാറ്റ് നമ്മൾ ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല, ഇതൊരു സിമ്പിളായിട്ടുള്ള സാധനമാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവിടെ പറയുന്നത്. സോ ഈ ഒരു സംഭവം ഓൾറെഡി ഇപ്പോൾ 16 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ വരെ കണ്ടിട്ടുണ്ടാവും. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് എന്നാൽ ഒരുപാട് ഓവർ പ്രൈസ്ഡ് അല്ല, സാധാരണ ബ്രോക്കറേജ് എല്ലാ സംഭവങ്ങളും തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റിലത്തെ ഇപ്പോൾ എൻ്റെ പൊസിഷൻ നോക്കിയാൽ ഇതാണ് എൻ്റെ ഈ ഒരു ഇത് 7 ഇട്ടില്ല 8 ഇട്ടാൽ പോലും ഓക്കെ ജൂലൈ വേണമെന്നില്ല, ഇതിപ്പോൾ 8 ഇട്ടാലും വലിയ മാറ്റമൊന്നുമില്ല. കാരണം ഇത് ഞാൻ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ ഓക്കെ 15K ആയിരുന്നു ക്യാപിറ്റൽ. ആ 15K നിന്ന് ഒരു മാസം കൊണ്ട് അതേ 15K തന്നെ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് വന്നു. പക്ഷേ ഒരുപാട് ട്രേഡ്സ് ഞാനവിടെ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയുണ്ട്, ഒരു ദിവസം 2 ട്രേഡായിരിക്കും എടുക്കുക. പക്ഷേ ഇവിടെ ഞാൻ 5-6 ട്രേഡൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ഇത് എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോയെന്ന് അറിയാൻ. ഇത് ഞാനിപ്പോൾ ഇവിടെ പരീക്ഷിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോഫിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ അത് വെച്ചിട്ട് പരീക്ഷിക്കാം. നിങ്ങൾ ട്രേഡ് എടുത്ത് പരീക്ഷിക്കുന്നതിനേക്കാളും നല്ലത് പ്രോഫിറ്റിലിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ കാശ് ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. എനിക്കത് ഗുഡാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലൈഫ് ലോങ് ഇത് എൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ല ട്രേഡ്സാണ്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ലാസ്റ്റ് ട്രേഡ്സിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. ഒരു ലോട്ടിലോ 2 ലോട്ടിലോ ഇപ്പോൾ എക്സ്പയറി ഡേയിലൊക്കെ ആയിരിക്കും ഈ ഒരു പൊസിഷനൊക്കെ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും പെട്ടെന്ന് പ്രീമിയം 100%-ഉം 50%-ഉം ഒക്കെ മൂവ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ ഇത് ഡെപ്തായിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ബ്രോക്കറേജ് എനിക്ക് 4,000 റുപ്പീസ് ആയിട്ടുണ്ട്. അതായത് 20%-ഓളം എനിക്ക് 40%-ഓളം ബ്രോക്കറേജ് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിത് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു 20%, ഒരു 3,000-3,500 റുപ്പീസ് എനിക്ക് ബ്രോക്കറേജ് പോയിട്ട് ബാക്കി ഒരു 80% നമുക്കൊരു 12.5K നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു 15K ക്യാപിറ്റലിൽ നിന്ന് റിട്ടേൺ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ സംഭവമാണ്. ഇതല്ല എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലോട്ടോ 2 ലോട്ടോ ആയിരിക്കാം. ഞാൻ വേറൊരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് ഇത് പേഴ്സണലി നന്നായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ P&L കുഴപ്പമില്ലാത്തൊരു P&L വന്നു. ബ്രോക്കറേജ് കുറച്ച് കൂടുതലാണ്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത് കാണിക്കുന്നതിന് മുന്നേ എനിക്കത് ടെസ്റ്റ് ചെയ്ത് പ്രൂവണായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരു മാസത്തേക്ക് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ എനിക്ക് കണ്ടിട്ട് ഗുഡെന്ന് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാനിതിനെ ഒരുപാട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല,
കൊള്ളാം, നിങ്ങൾക്ക് യൂസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ മാത്രം പേഴ്സണൽ ചോയ്സസ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതൊരു ആപ്പിൽ ഇത് ചെയ്താലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടും. ബ്രോക്കറേജ്, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സിമിലർ തന്നെയാണ്. ഇത് കുറേ നല്ല ഡേറ്റാസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് കൊള്ളാലോ എന്ന് കാണുമ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനുള്ള സാധ്യത തോന്നുന്നുണ്ട്. സോ കണ്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.